കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വിഭവങ്ങളുടെ വിതരണം കൂടുതൽ നീതിപൂർവം ചെയ്യണമെന്നും വികസനം വിശാലവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് തന്റെ പാർട്ടി വിശ്വസിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു. ശനിയാഴ്ച IIT മദ്രാസ് വിദ്യാർത്ഥികളുമായി ഫ്രീ വില്ലിംഗ് സംഭാഷണത്തിൽ ട്രിപ്പിൾ ഡൗൺ വളർച്ചയിൽ BJP കൂടുതൽ ആക്രമണാത്മകമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. സാമ്പത്തിക പദത്തിൽ ട്രിപ്പിൾ ഡൗൺ എന്താണ് അവർ വിശ്വസിക്കുന്നു? സാമൂഹിക രംഗത്ത് സമൂഹം കൂടുതൽ യോജിപ്പുള്ളതാണെങ്കിൽ ആളുകൾ എത്രത്തോളം പോരാടുന്നുവോ അത്രയും രാജ്യത്തിന് നല്ലത്, അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്ന രീതിയുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ അവ സമാനമായിരിക്കും, രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. സ്വകാര്യവൽക്കരണത്തിലൂടെയും സാമ്പത്തിക പ്രോത്സാഹനത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയില്ലെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാരുകൾ കൂടുതൽ പണം ചെലവാക്കണമെന്നും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് അടിവരയിട്ട് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന ചോദ്യത്തിന് ഒരു രാജ്യം ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകണമെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഗെയിമിംഗിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടേത് അതിലൊന്നാണ്. സർക്കാരുകൾ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ പണം ചെലവഴിക്കണമെന്ന് ഞാൻ വാദിക്കുന്നു, അദ്ദേഹം പറയുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അത് വളരെ ഇടുങ്ങിയതും നിയന്ത്രിതവും മുകളിൽ നിന്ന് താഴേക്കുള്ള സമീപനവുമാണെന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലായിരിക്കാം. ഇത് വളരെ നിയന്ത്രിതവും മുകളിൽ നിന്ന് താഴേക്കുള്ളതുമായ ഒരു സംവിധാനമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ ഇടുങ്ങിയതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുട്ടികളുടെ ഭാവനയെ വളരാൻ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹം പറയുന്നു. കുട്ടികൾ ഉൽപാദനം ആരംഭിക്കുകയും അവരുടെ കഴിവുകളെ മാനിക്കുകയും അതിൽ നിക്ഷേപം നടത്തുകയും ചെയ്താൽ മാത്രമേ അത് വരൂ എന്നും അദ്ദേഹം ശക്തമായി പറയുന്നു. ഭൗതിക ഉൽപാദന മേഖലകളിലേക്ക് കൂടുതൽ നീങ്ങുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ നവീകരണം ആ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഗവേഷണത്തിനും വികസനത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിക്ഷേപിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സാധനം നിർമ്മിക്കുന്നില്ലെങ്കിൽ അത് ഒരു ബഡ്ജറ്റ് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ 2022-23 ഭാരത് ജോഡോ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആയിരക്കണക്കിന് കുട്ടികളോട് അവരുടെ അഭിലാഷങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഒരു ഡോക്ടറോ അഭിഭാഷകനോ എഞ്ചിനീയറോ സൈനികനോ ആകാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ തന്നോട് പറഞ്ഞതായി അദ്ദേഹം പറയുന്നു. ഈ രാജ്യത്ത് 5 കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ, എന്നാൽ നമ്മുടെ വ്യവസ്ഥിതി അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അദ്ദേഹം പറഞ്ഞു. ഒരാൾ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ചേരുകയോ ചെയ്താൽ മാത്രമേ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം വിജയം ആകുകയുള്ളൂ. IAS IPS അല്ലെങ്കിൽ സേനയിൽ പ്രവേശിക്കുക, ഇത് നമ്മുടെ ജനസംഖ്യയുടെ 1%-2% മാത്രമാണ്. നമ്മുടെ ജനസംഖ്യയുടെ 90% ഇത് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളുടെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും അനുഭവിക്കാനും അനുവദിക്കണമെന്നും ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പല കാര്യങ്ങളെയും അവഗണിക്കുന്നു. അത് പല തൊഴിലുകളെയും വില കുറച്ച് കാണിക്കുന്നു. ഈ 4-5 തൊഴിലുകളെ മതിയായി വിലമതിക്കുന്നുള്ളൂ. അതിനാൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു.